ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഭവനാങ്കണത്തിൽ ക്രമീകൃതമായിട്ടുള്ള ഈ നല്ല മീറ്റിങ്ങിൻ്റെ ഭാഗമായി തീരുവാൻ കർത്താവ് എനിക്ക് തന്ന അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മീറ്റിങ്ങിൻ്റെ സംഘാടകരായ പ്രിയപ്പെട്ടവരിൽ MLWC ടീം പ്രവർത്തനത്തിൻ്റെ സൗത്ത് സോൺ കോർഡിനേറ്റർ ആയ പാസ്റ്റർ ജോജി എബ്രഹാം, അതുപോലെ പാസ്റ്റർ ജീവൻസ്, MLWCയുടെ ഫൗണ്ടർ ആൻഡ് പ്രസിഡന്റ് പാസ്റ്റർ ജോസഫ് വർഗീസ് ആൻഡ് ഫാമിലി, മനോഹരമായ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ശ്രോതാക്കളെ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഏവരെയും അഭിവാദ്യം ചെയ്യുന്നു. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ മുഖവുര വാക്കുകൾ കേട്ടാൽ ഒരു പ്രസംഗത്തിന് നിൽക്കുകയാണെന്ന് തോന്നും. അത് സ്വാഭാവികം, പക്ഷേ അല്ല. സമയത്തിൻ്റെ പരിമിതി മനസ്സിലാക്കിക്കൊണ്ട് വളരെ വേഗത്തിൽ കമ്പിവാചകങ്ങൾ പോലെ ചില കാര്യങ്ങൾ പ്രസ്താവിച്ച് എൻ്റെ ദൗത്യ നിർവഹണത്തിൽ നിന്ന് വിരമിക്കുവാൻ ഞാൻ കർത്താവിൽ ആശ വയ്ക്കുന്നു. ഇന്ന് സമൂഹം വല്ലാത്ത ഒരു പ്രതിബന്ധത്തിൻ്റെ നടുവിലായിരിക്കുകയാണ്. വ്യക്തികൾക്ക്, കുടുംബങ്ങൾക്ക്, സ്ഥാപനങ്ങൾക്ക്, ഓഫീസുകൾക്ക്, ആർക്കും തന്നെ ജീവിതത്തിൻ്റെ സാധാരണ നന്മയുടെ വഴിത്തിരിവിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ കഴിയാത്ത വിധം മലീമസമായ തിന്മകളുടെ ആധിപത്യങ്ങൾ വ്യക്തികളെ കീഴടക്കി നാശത്തിൻ്റെ പതനത്തിലേക്ക് തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ ദുർഘടമായ പ്രതിസന്ധികളുടെ നടുവിലാണ് സകല മനുഷ്യരും ആയിരിക്കുന്നത്. മദ്യവും മയക്കുമരുന്നുകളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊടികുത്തി വാഴുന്ന സാംസ്കാരിക സുന്ദര കേരളത്തിൻ്റെ മുഖം അത് നിമിത്തം വികൃതമായിക്കൊണ്ടിരിക്കുന്ന ഒരു സവിശേഷ കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അമ്മയപ്പന്മാരെ ബഹുമാനിക്കാത്തവർ, സ്വസ്നേഹികൾ വമ്പ് പറയുന്നവർ, ധാർഷ്ട്യം സംസാരിക്കുന്നവർ, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, അങ്ങനെ സാമൂഹ്യ വ്യവസ്ഥിതികൾക്ക് എതിരെ നമ്മുടെ രാജ്യത്തിൻ്റെ യശസ് ഉയർത്തിപ്പിടിക്കുന്ന മനോഹരമായ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന, എന്തിന് സമൂഹത്തിന്, ഭൂമിക്ക് തന്നെ ഭാരമായിരിക്കുന്ന അനേക ആൾക്കാർ ഒളിഞ്ഞും തിരിഞ്ഞും, ഒളിഞ്ഞും തെളിഞ്ഞും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ ഈ വിധ തിന്മകളിൽ നിന്ന് അവരെ എങ്ങനെയൊന്ന് മടക്കി കൊണ്ടുവരുവാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചുള്ള സമർത്ഥമായ ആലോചനകളിലൂടെ രാഷ്ട്രീയ പാർട്ടികൾ, സാമൂഹ്യ പ്രവർത്തകർ, മതസംഘടനകൾ, എന്തിനേറെ ഗവൺമെൻറ്റുകൾ പോലും വഴി അന്വേഷിച്ചുകൊണ്ട് ഉത്തരം കിട്ടാത്ത അവസ്ഥകൾ നട്ടം തിരിയുമ്പോൾ ഗവൺമെൻറ് തലത്തിൽ ഉരുത്തിരിഞ്ഞ ആശയമാണ് ഞാൻ മേൽപ്പറഞ്ഞ ലഹരിയുടെ ഉപയോഗങ്ങൾ. അതിന് നിമിത്തം കുടുംബങ്ങൾക്ക്, സമൂഹത്തിനുണ്ടാകുന്ന അധപതനങ്ങൾ, അതിൽ നിന്ന് മനുഷ്യരാശിയെ തിരിച്ചു പിടിക്കുവാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, അത് ബോധവൽക്കരണം ആണ് എന്ന്. ഈ ബോധവൽക്കരണത്തിൻ്റെ സാധ്യതകളെ ആരാഞ്ഞുകൊണ്ട് ദേശത്തുടനീളം തലങ്ങും വിലങ്ങും പ്രവർത്തിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഭാഗം ഞങ്ങൾ കൂടെ ആയിരിക്കുന്നത് കൊണ്ട് സമൂഹത്തോടുള്ള പ്രതിബദ്ധത ഉളവാക്കുവാൻ, പ്രദർശിപ്പിക്കുവാൻ രൂപം കൊടുത്തൊരു പ്രസ്ഥാനമാണ് MLWC ഔട്ട്റീച്ച് മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ വിശുദ്ധ വേദപുസ്തകത്തിലെ തിരുലിഖിതങ്ങളുടെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സുവിശേഷത്തിലൂടെ
ഈ വിധത്തിൽ തിന്മകളുടെ അരാജകത്വത്തിലായിരിക്കുന്ന മനുഷ്യരാശി എന്തുകൊണ്ടാണ് അവരങ്ങനെ ആയിരിക്കുന്നതെന്നുള്ള കാരണം അന്വേഷിക്കുമ്പോൾ മനുഷ്യൻ്റെ പാപമാണ് ഇന്നത്തെ സകല പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് മനസ്സിലാക്കി തന്നു. സാധാരണ ബോധവൽക്കരണം സാരമില്ല എന്ന് പറഞ്ഞു പോകുന്ന ഇടത്ത് പാപത്തിൻ്റെ അല്ലെങ്കിൽ തിന്മകളുടെ അടിസ്ഥാന കാരണമായ പാപത്തെ കണ്ട് മനസ്സിലാക്കി പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി യേശുക്രിസ്തു ക്രൂശിൽ അർപ്പണം ചെയ്ത പരമയാഗത്തിൻ്റെ പൊരുളെന്താണെന്ന് ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് പാപിയായ മനുഷ്യൻ മരിക്കണമെന്നുള്ളത് പ്രപഞ്ച സത്യമാണ്, വേദങ്ങളുടെ ആഹ്വാനമാണ്. പാപം ചെയ്ത ദേഹ്യം മരിക്കുമെന്ന മരണമെന്ന ശമ്പളം ഏറ്റുവാങ്ങി നിത്യനരകമായ നാശത്തിലേക്കും നരകത്തിലേക്കും തള്ളപ്പെടേണ്ടിയിരിക്കുന്ന ഇടത്ത് മനുഷ്യവംശത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ഇനി നിങ്ങൾ മരിക്കേണ്ട ആ ശാപം സ്വയം ഏറ്റെടുത്തുകൊണ്ട്, ആ പാപത്തിൻ്റെ ശിക്ഷ സ്വയം ഏറ്റെടുത്തുകൊണ്ട് യേശുക്രിസ്തു സകല മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ക്രൂശിൽ യാഗമായി. ഈ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൽ വിശ്വസിക്കുന്ന, ഏറ്റെടുക്കുന്ന, ഏറ്റുപറയുന്ന ഏതൊരു വ്യക്തിക്കും പാപമോചനമുണ്ട് എന്നുള്ള വേദപുസ്തകത്തിൻ്റെ അനിഷേധ്യമായ പ്രസ്താവനയെ തെരുക്കോണികളിൽ നിന്ന് പ്രഘോഷണം ചെയ്യുക വഴി അത് വിശ്വസിക്കുന്നവർക്ക് പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുകയും ഈ പാപമാണ് സകല തിന്മകൾക്കും കാരണം എന്ന് പറഞ്ഞ് അതിലൂടെ പിന്തിരിപ്പിച്ചുകൊണ്ട് ജനത്തെ മടക്കി വരുത്തുകയും ചെയ്യുന്ന സുവിശേഷ ധാരകളെയാണ് ഞങ്ങൾ പ്രഘോഷണം ചെയ്യുന്നത്. അത് പ്രഘോഷണം ചെയ്യുക വഴി അനേക ജീവിതങ്ങൾ രൂപാന്തരപ്പെടുന്നു, അനേകരുടെ മദ്യപാനങ്ങൾ മാറുന്നു, അനേകരുടെ ലഹരി ഉപയോഗങ്ങൾ മാറുന്നു, ആത്മഹത്യയിലേക്ക് ഒരുങ്ങിയിരിക്കുന്ന അനേകർ പിന്തിരിക്കുന്നു, കടക്കെണിയിൽ ആയിരിക്കുന്ന അനേകരുടെ ജീവിതങ്ങൾ ഉദ്ധരിക്കപ്പെടുന്നു. പാപരാഗങ്ങളുടെ ചെളിക്കുണ്ടിൽ ആണ്ട് പൂണ്ടുഴന്ന് കിടന്നുകൊണ്ട് ജീവിതത്തിൽ ഇനി എന്ത് എന്നറിയാതെ ഒരു ദിവസം മയക്കുമരുന്ന് കുത്തിയാൽ പിറ്റേ ദിവസം അതേ നേരമാകുമ്പോൾ വിറയൽ പൂണ്ടിട്ട് അത് ലഭിക്കാതെ വന്നാൽ ഭ്രാന്തമായ മനോഭാവം കാണിച്ചിട്ട് ഭ്രാന്ത് പിടിച്ച അവസ്ഥ പോലെ ഓടി വീഴുന്ന സാഹചര്യത്തിൽ ഇന്നത്തെ മാനവ തലമുറയായിരിക്കുമ്പോൾ ആ അവസ്ഥയിൽ നിന്ന് മടക്കിക്കൊണ്ടുവരുവാൻ ബോധവൽക്കരണം എന്ന് നമ്മുടെ സമൂഹം കണ്ടെത്തിയ ആ പദത്തിന് പകരം വേദപുസ്തകം പറഞ്ഞിരിക്കുന്ന സുവിശേഷീകരണത്തിലൂടെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്ന വിധം ജനങ്ങളെ, നൂറുകണക്കിന് ആൾക്കാരെ ഇതിനോടകം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മടക്കി കൊണ്ടുവന്ന് നഷ്ടപ്പെട്ടു പോയ തലമുറകളെ മാതാപിതാക്കൾക്ക് തിരികെ കൊടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. തലമുറകൾക്ക് നന്മ ചെയ്യേണ്ട മാതാപിതാക്കൾ തെറ്റിപ്പോയപ്പോൾ തിരിച്ചു പിടിച്ചു യേശുവിൻ്റെ നാമത്തിൽ തിരിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ നിലകളിൽ നിരുപാധികം കേരളത്തിൽ ഉടനീളം പ്രവർത്തിക്കുന്ന 31 ടീമുകളും 155 പ്രവർത്തകരും അടങ്ങുന്ന വ്യക്തികൾ ഈ ദിവസങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങളെ കേൾക്കുന്ന താങ്കൾ ഒരു മദ്യപാനിയാണെങ്കിൽ, താങ്കളുടെ ഭാര്യ നിലവിളിച്ചു, പ്രാർത്ഥിച്ചു, നിരവധി നേർച്ച കാഴ്ചകൾ നടത്തി, എന്നിട്ടും താങ്കൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. അല്ല, താങ്കൾ തന്നെ വിചാരിച്ചിട്ടില്ലേ എനിക്കൊന്ന് രക്ഷപ്പെടണം, എൻ്റെ മദ്യപാനത്തിൽ നിർത്തണം, മടങ്ങി വരണം, എന്നിട്ടെന്തേ അത് സാധ്യമാകാതെ ഇരിക്കുന്നു, അത് കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾക്കൊരു സദ്വർത്തമാനം. താങ്കളുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി യേശു ക്രൂശിൽ പരമയാഗമായി തീർന്നു. യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണ പരമയാഗത്തിൽ വിശ്വസിച്ചുകൊണ്ട്, യേശുവേ ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഞാൻ തന്നെ മരിക്കേണ്ട സ്ഥാനത്ത് അവിടുന്ന് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, ഞാനത് വിശ്വസിക്കുന്നു, എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ, ഇന്നു മുതൽ ഞാൻ അവിടുത്തെ മകനായി മകളായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊരു നിമിഷം സമർപ്പിക്കുമെങ്കിൽ ഇതാ യേശു നിങ്ങളുടെ വീട്ടിൽ വരികയാണ്, യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരികയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ സമൂലം മാനസാന്തരം ഉണ്ടാകുകയാണ്, മാറ്റം ഉണ്ടാകുകയാണ്. ഇന്നലെ വരെ കയ്പും വിദ്വേഷവും പകയും കഠിനമായ പീഡകളും ഉപദ്രവങ്ങളും ഗുണ്ടായുസങ്ങളും സമൂഹത്തിന് ഭാരമായി തീർന്ന തിന്മയുടെ ആധിപത്യങ്ങളിലൂടെ താങ്കൾ കടന്നുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിതാ ഒരു സുവാർത്ത, ഒരു മടങ്ങി വരവോ, ഒരു കഥ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമമിടാം. ലോകപ്രശസ്ത വെള്ളച്ചാട്ടം നയാഗ്ര വെള്ളച്ചാട്ടം. ഇങ്ങനെ കഥയുടെ ആരംഭം അതിൻ്റെ ഏറ്റവും മുകൾ പരപ്പിലൂടെ ചത്തഴുകി ഒഴുകി വരുന്ന ഒരു കാട്ടുപോത്ത്, ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന ഒരു കഴുകൻ,
ക്ഷണത്തിൽ കണ്ടു ഒഴുകി വരുന്ന ഈ കാട്ടുപോത്തിനെ. അത് വേഗത്തിൽ പറന്ന് അതിന് മീതെ വന്നു അള്ളിപ്പിടിച്ച് അവിടെ ഇരുന്നു. മെല്ലെ കൊത്തിപ്പറിക്കുവാൻ തുടങ്ങി. കൊത്തിപ്പറിച്ചതിന്റെ മാംസങ്ങൾ തിന്നുവാൻ തുടങ്ങി. അതിന് വയർ നിറഞ്ഞു. എന്നിട്ട് പിന്നെയും കഴിക്കണമെന്നുള്ള താല്പര്യത്തോടെ, പിന്നെയും 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 എന്ന താല്പര്യത്തോടെ അതിന് മുകളിൽ ഇരിക്കുകയാണ്. ഈ കാട്ടുപോത്തിന്റെ ജീവനറ്റ ശരീരം വേഗത കൂടി, ഒഴുക്കിന് വേഗത കൂടി. കാട്ടുപോത്ത് ചിന്തിച്ചു എന്നാണ്, ഈ കഴുകൻ ചിന്തിച്ചു എന്നാണ് പറയുന്നത്. ഇല്ല, നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ ആഴങ്ങളിലേക്ക് പതിക്കുവാൻ ഇനിയും സമയമുണ്ട്, കുറച്ചുകൂടെ കഴിയട്ടെ, അതുവരെയും തിന്നാം എന്ന് വിചാരിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ കാട്ടുപോത്തിന്റെ മൃതശരീരത്തിന് മീതെ ഇരുന്ന് അത് ഭക്ഷിച്ച് സുഖത്തോടെ സന്തോഷത്തോടെ മുന്നോട്ട് ഒഴുക്കിന്റെ വേഗത കൂടി ഏറ്റവും ഒടുവിൽ നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ കുത്തൊഴുക്കിലേക്ക് ഈ കാട്ടുപോത്തിന്റെ മൃതശരീരം വീഴാൻ സമയമാകുമ്പോൾ രണ്ട് ചിറകുകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇരുപാർശ്വങ്ങളിലേക്ക് അടിച്ച് 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 വീശി അടിച്ചുകൊണ്ട് പറന്നുയരുവാൻ ശ്രമിച്ചപ്പോൾ ഈ കഴുകന് കഴിഞ്ഞില്ല. കാരണം അപ്പോഴേക്കും അതിൻ്റെ കുർത്തുമുർത്ത അതിൻ്റെ ആ നഖങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയി. ഉള്ളിൽ കുടുങ്ങിപ്പോയ ഈ കഴുകന്റെ നഖങ്ങളെ വിടർത്തിയെടുക്കുവാൻ കഴിയാതെ ഈ കാട്ടുപോത്തിനോട് കൂടെ അത് ആഴങ്ങളിലേക്ക് എന്നേക്കുമായി പതിക്കുവാൻ ഇടയായി തീർന്നു. ആ കാട്ടുപോത്തിന് രക്ഷപ്പെടാൻ നിരവധി സമയങ്ങളുണ്ടായിരുന്നു. അത് സാധിച്ചില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, മദ്യപാനത്തിൽ നിന്നും, പാപത്തിൽ നിന്നും, മന്ത്രവാദത്തിൽ നിന്നും, ദുർമന്ത്രവാദങ്ങളിൽ നിന്നും, അന്ധവിശ്വാസങ്ങളിൽ നിന്നും, അനാചാരങ്ങളിൽ നിന്നും, ഗുണ്ടായുസത്തിൽ നിന്നും, കുടുംബത്തിനും സമൂഹത്തിനും, എന്തിനേറെ ഗവൺമെന്റിനും ഭാരം ആയി തീർന്നുകൊണ്ടിരിക്കുന്ന താങ്കൾ കുറച്ചുകൂടെ ഞാനൊന്ന് അടിച്ചു പൊളിക്കട്ടെ, ഒന്ന് പൊളിയായി ജീവിക്കട്ടെ എന്ന് ചിന്തിച്ചിട്ട് ഇനിയുമുണ്ടല്ലോ സമയം എന്ന് വിചാരിക്കുന്നെങ്കിൽ സുഹൃത്തെ, ഇതാ മരണത്തിന്റെ കാലൊച്ച നിന്റെ കാതുകളിൽ മുഴങ്ങുന്നു. മരണവും നീയും തമ്മിൽ ഏതാനും അടികൾ മാത്രമകലും. മരണത്തിന്റെ കരാളഹസ്തങ്ങൾ ബലിഷ്ടമായി നിന്നെ വാരി പുണരുവാൻ സമയം ആസന്നമായിരിക്കുന്നു എന്ന് ചിന്തിക്കുക. എന്ന് മരിക്കും, ഇന്ന് രാത്രിയിൽ കിടന്നുറങ്ങിയാൽ നാളെ പ്രഭാതത്തിൽ എഴുന്നേൽക്കാൻ കഴിയുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നോ? അത് അസാധ്യമാണ്. ഒരുപക്ഷെ സംഭവിച്ചേക്കാം, പക്ഷെ അത് അസാധ്യമാണ്. അതാണ് കാലം നമുക്ക് വിളിച്ചോതി തരുന്ന അലാം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത് സുപ്രസാദ കാലം, ഇത് രക്ഷാ ദിവസം. അതുകൊണ്ട് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി മദ്യത്തിനും മയക്കുമരുന്നിനും പാപരാഗങ്ങൾക്ക് വിധേയപ്പെട്ട് അടിമയായി തീർന്നിട്ട് നാളെയാകട്ടെ എന്ന് വെച്ച് നീട്ടുന്നുവെങ്കിൽ ഇല്ല, അത് നടക്കുകയില്ല. അപ്പോഴേക്ക് നിന്റെ ആരോഗ്യം ക്ഷയിക്കും, നിന്റെ സൗന്ദര്യം ക്ഷയിക്കും, നിന്റെ തലമുറ നിന്നെ കണ്ട് വളരേണ്ട സ്ഥാനത്ത് നിന്നെ കണ്ടിട്ട് അവർ തകർന്നു പോകും. നിന്നേക്കാൾ ഏറ്റവും മ്ലേച്ഛമായ മോശമായ വഴികളിലേക്ക് അവർ മുൻപോട്ട് പോകും. അത് വരാതെ ഇരിക്കാൻ നിന്റെ പാപത്തിന്റെ ജീവിതം നിർത്തുക, നിന്റെ മദ്യപാനം നിർത്തുക, ലഹരിക്ക് അടിമപ്പെട്ടതിന്റെ ആ ഉപയോഗം നിർത്തുക, നിന്റെ കുടുംബത്തിലെ ഉപദ്രവം നിർത്തുക, നിന്റെ സമൂഹത്തിലെ മോശമായ മ്ലേച്ഛമായ ജീവിതം അതിൽ നിന്ന് ഒരു മടങ്ങി വരവ് ഉണ്ടാകുവാൻ നിങ്ങളെക്കുറിച്ച് ആശംസിക്കുന്നു, നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം: യേശുവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് അവിടുത്തെ ക്രൂശിൽ മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇനി പാപത്തിന് വേണ്ടി എൻ്റെ ജീവിതം ആത്മഹത്യയിലേക്ക് നീക്കുവാനല്ല, എനിക്ക് ജീവിക്കണം. യേശുവേ, എന്നോട് ക്ഷമിക്കണമേ. ഇനി നിന്റെ മകനായി ജീവിക്കാൻ, മകളായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. താങ്കൾ ഏത് വർഗമായാലും, ഏത് വർണ്ണമായാലും, ഏത് വിശ്വാസിയായാലും, ഏത് മതമായാലും, ആരായിരുന്നാലും തങ്ങളെ സ്നേഹിക്കുന്ന യേശുവിന്റെ മാർഗത്തിലേക്ക് ഈ രക്ഷ സൗജന്യമായി നിങ്ങൾക്ക് കൈമാറുന്നു. ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. അതുകൊണ്ട് മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മരിച്ചവരുടെ ഇടയിൽ യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. ആകയാൽ യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവിടുന്ന് അധികാരം കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നത് എന്തിനു വേണ്ടിയാ? നിങ്ങൾ ദൈവത്തിനോട് ജീവിക്കുന്ന പറയുന്നത് എന്തിനു വേണ്ടിയാ? ഒരു രോഗസൗഖ്യത്തിന്റെ പേരിലാണോ? പാപരാഗങ്ങൾ ഇവിടുന്ന്, അതുപോലെ ഏതെങ്കിലും സാമ്പത്തിക നന്മ ലഭിച്ചു എന്നുള്ളതിന്റെ പേരിലാണോ? അത് ആവശ്യമാണ്, അതും ആവശ്യമാണ്. പക്ഷെ നമുക്ക് പറയാൻ കഴിയട്ടെ, ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി ജീവിക്കുന്നത് എൻ്റെ യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത് കൊണ്ടാണ്. ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എനിക്ക് വേണ്ടി ക്രൂശിൽ എനിക്ക് പകരക്കാരനായി തീർന്നത് കൊണ്ടാണ്. അതുകൊണ്ട് യേശുവിനെ പകരക്കാരനായി
യേശു ജീവിച്ചതുപോലെ വിശുദ്ധനായി പാപപങ്കിലമല്ലാത്ത ജീവിതം നയിച്ച് വിജയകരമായി മുന്നേറുവാൻ ഏവരെയും ആഹ്വാനം ചെയ്യുന്നു. ആമേൻ. എൻ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, എന്നാവശ്യം നിറവേറ്റിയതിനാലല്ല, എൻ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, എന്നാവശ്യം നിറവേറ്റിയതിനാലല്ല, എനിക്കായി മരിച്ചതിനാ ഞാൻ എന്നും അങ്ങേ ആരാധിച്ചിടും, എനിക്കായി മരിച്ചതിനാ ഞാൻ എന്നും അങ്ങേ ആരാധിച്ചിടും. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. ഓ ഇത്രയും സ്നേഹിച്ച പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ച പോരാ, ഇത്രയും സ്നേഹിച്ച പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ച പോരാ, എനിക്കുള്ളതിനേക്കാൾ എന്റെ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാൻ എനിക്കാശ, എനിക്കുള്ളതിനേക്കാൾ എന്റെ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാൻ എനിക്കാശ, അങ്ങേ സ്നേഹിപ്പാൻ എനിക്കാശ. എല്ലാ കണ്ണുകളും അടയട്ടെ. എന്റെ പ്രിയമുള്ള സുഹൃത്തെ, താങ്കൾ ആരായിരുന്നാലും, താങ്കൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ കണ്ണുകൾ അടയട്ടെ. നിങ്ങളുടെ ഹൃദയം ദൈവത്തിന് തുറക്കട്ടെ. യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുന്നു. യേശു നിന്റെ അടുക്കലുണ്ട്. നീ പാപത്താൽ മലീമസമായി, അതെ, ആ കഴുകൻ ഒന്ന് പറന്നുയരാൻ ആഗ്രഹിച്ചതുപോലെ ആഗ്രഹിച്ചിട്ട് കഴിയാതെ വണ്ണം പാപത്തിന്റെ കരാളഹസ്തങ്ങളാൽ പിടിക്കപ്പെട്ടവനായി വിടുതല്ലാതെ ഭാരപ്പെടുന്നുവെങ്കിൽ ഇതാ യേശു നിന്റെ അടുക്കലുണ്ട്. യേശു നിന്നെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു. പിശാചിന്റെ പിടിയിൽ നിന്ന്, സാത്താന്റെ ബന്ധനത്തിൽ നിന്ന്, ശാപദോഷങ്ങളിൽ നിന്ന്, രോഗത്തിന്റെ പിടിപാടുകളിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്ന യേശു നിന്റെ അടുക്കലുണ്ട്. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, ആ രോഗത്തിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ. രോഗത്തിന്റെ ബന്ധനങ്ങൾ ക്യാൻസർ ആയാലും എന്ത് തന്നെയായിരുന്നാലും അത് അഴിഞ്ഞു മാറട്ടെ. പാപത്തിന്റെ പാശങ്ങളോട് യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, അതിനെ ബന്ധിച്ച ദുഷ്ട പിശാചേ വിട്ടു മാറ്. ഈ ദേശം സ്വതന്ത്രമാകട്ടെ. ഈ ദേശം മുടിഞ്ഞു പോകാൻ തക്കവണ്ണം ബന്ധിച്ചിരിക്കുന്ന ദുഷ്ട പിശാചിന്റെ ആധിപത്യങ്ങളോട് യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, ഈ ദേശം സ്വതന്ത്രമായി മാറട്ടെ. പിശാചിന്റെ പോരുകൾ നീങ്ങി പോകട്ടെ. ദേശം വിടുവിക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിലേക്ക് ആഹ്വാനം ചെയ്തുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങൾക്ക് നിവാരണം വരുത്തുവാൻ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇവിടെയുള്ള MLWCന്റെ ടീമിന്റെ ലീഡറായിരിക്കുന്ന പാസ്റ്റർ ജോജി അബ്രഹാം, പാസ്റ്റർ ജീവൻസ്, ഈ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് സമീപിക്കാം. അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ ജീവിതം രൂപാന്തരപ്പെടും, വിടുതൽ പ്രാപിക്കും എന്ന് ഏവരെയും സ്നേഹത്തോടെ ആഹ്വാനിച്ചതുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം ലഭിച്ച അവസരത്തിൽ നന്ദി. ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.